മുതലാളി നാളെ ഞാൻ ഉണ്ടാവില്ല കേട്ടാ. ഇന്ത്യ പാകിസ്ഥാനും കളിയാന്ന്, ഫൈനലാന്ന്. നാളെ എന്താ വെച്ചാ ഞാൻ വരൂലേ. വാശിയേറിയ മത്സരം. തോന്നുമ്പോ ഇതാക്കാനെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരിക വേണ്ട, അവിടെ തന്നെ നിന്നാ. എടാ ഇന്നലെ നിന്നോട് പാല് കൊടുക്കാൻ പറഞ്ഞിട്ട് നീ തൈര കൊടുത്ത അവർ രാത്രി വിളിച്ചിട്ട് ഒരേ കംപ്ലൈന്റ് ചെയ്യുന്നു. എനിക്ക് പാലും തൈരും തിരിച്ചറിയാണ്ടായിട്ടില്ല. ഹലോ, ഉണ്ടല്ലോ. കൊടുക്കാം. നീ എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിന്. ഇത് ചങ്ങാതിണ്ടെങ്കിൽ എന്റെ ഫോണാലും വിളിച്ചില്ല. ഹലോ, എന്നേനു എപ്പോ? ഞാൻ രാവിലെ വരുന്നവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതെയാ? ഇങ്ങനെ കരയുന്നു. മുത്തശ്ശി മരിച്ചുപോയി. എനിക്ക് എൻ്റെ അമ്മയെക്കാളും അച്ഛനേക്കാളും ഇഷ്ടമായിരുന്നു. ഓർക്ക് എന്നെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. സാരയില്ല ബിജു, എല്ലാവരും ഒരു ദിവസം എന്തായാലും മരിക്കും. നീയും മരിക്കൂ, ഞാനും മരിക്കും. നീ എന്നാലും ഈ വേഗം വീട്ടിലേക്ക് വന്നാലും അവിടെ എന്തായാലും ഫുഡൊന്നും കിട്ടൂല. പോവേക്ക് ചായയെല്ലാം കുത്തിട്ട് തരും കേട്ടാ. ബിജു, ഇതും കൂടിയാണ് വെച്ചത്. എന്തായാലും മരം വെച്ച് പോകുന്നില്ല, കുറെ ചെലവുകളുണ്ടാവും. ഇതേ കണക്കെല്ലാം ബാക്കി അംശം തരാം. പണിക്കാരെന്ന് പറയുമ്പോ നമ്മളെ കുടുംബക്കാരെ പോലത്തെ അല്ലേ. ഓന്റെ മുത്തശ്ശി മരിച്ചിട്ട് എങ്ങനെയാ നമ്മൾ പോകണ്ടിക്ക? എന്തായാലും ഇന്ന് പീടിയും പൂട്ടിയിട്ട് പോയേക്ക. ഇതൊന്നും ആരും കാണുന്നൊന്നും ഇല്ലാലോ. ബോഡി എത്തിയില്ലോളി ഹോസ്പിറ്റലിന്. ട്രംപിന് ഇസ്രയേൽ സമാധാന സമ്മാനം. അത് മൊത്തം സമാധാനം പോയാലേ നമ്മുടെ സമാധാന സമ്മാനം. ഈ ഓമ്പൊടിയിൽ കായം ചേർത്തില്ല തോന്നുന്നു. ആ പഴയ ടേസ്റ്റ് കിട്ടുന്നില്ല. അവിലെങ്കിൽ പല്ലിക്കുത്തുന്ന അവിലും പല്ലില്ലാത്താക്കാൻ പറ്റും. അല്ല, ബോഡി വന്നിട്ടില്ല. ആരെ ബോഡി? വിജുവിന്റെ മുത്തശ്ശി മരിച്ചു വന്നിട്ട് രാവിലെ പീടിയേക്ക് ഒന്ന് തിരിച്ചു വന്നേ. മുത്തശ്ശി മരിക്കാനാ? അമ്മ മരിച്ചിട്ട് 10 കൊല്ലായി. ഓ, ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റിൻ്റെ ഫൈനലാണ്. ഓൻ കളിപ്പിരാന്തനാണ്. ഓനെന്നാ പിന്നെ ക്ലബിൽ നിന്ന് കളി കാണാതിരുന്നിട്ടുണ്ടാവും. അടുത്ത ഫൈനല് അൻ്റെ പേരും പണ്ടേക്ക് ലീവ്.